താരമായി ഞാനെത്തും ചാരേ എൻ്റെ കൽവിൽ നീയാണ് നിന്റെ ഹൃദയം എനിക്കാണ് എന്നെ വിട്ട് പോവാതെ ഫാത്തിമ ഫാത്തിമ. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെന്താ ഇവിടെ ബാത്റൂമിൻ്റെ മുന്നിലിരുന്നെങ്ങാണ്ട് ചക്ക പൊളിക്കുകയാണ്. ഇന്ന് ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ച് നമ്മുടെ പണ്ടത്തെ ലൊക്കേഷനിലേക്ക് ഒന്ന് എത്താമെന്ന് വിചാരിച്ചു ഗായ്സ് അല്ലേ. ഉമ്മാക്ക് ഇവിടെയും പുറത്ത് ബാത്റൂം ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഉമ്മാക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ബാത്റൂമാണ്. കാരണം ഉമ്മാൻ്റെ മറൂട്ടി എന്ന് പറഞ്ഞാൽ ബാത്റൂമിൻ്റെ സ്റ്റെപ്പാണ്. അപ്പോൾ ആ ബാത്റൂമിൻ്റെ സ്റ്റെപ്പിൽ നമ്മൾ ഇരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറൂട്ടി ഒരാളെയും കൂടി വേറെ ഇരുത്തിയിട്ടുണ്ട്. ഇതായിരിക്കണ് ആ ഒരു മറൂട്ടി ഇന്നലെ രാത്രി ചെയ്ത അംഗം 3 മണിക്കാണ് ഓൾ ഇന്നലെ ഉറങ്ങണേ. ഇല്ല, ഞാൻ കൊറേ കഴിഞ്ഞപ്പോ അമ്മൻ്റെ അടുത്ത് ആക്കി കൊടുത്തു. എന്താ ഓള് ഉറക്കല്ലാതെ നടക്കുക 4 പുറം. കാരണം ഓള് ഇന്നലെ വൈകുന്നേരത്ത് നേരത്തെ ഉറങ്ങിയിരിക്കണ ഗായ്സ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരാളും കൂടി ചക്ക തിന്നാൻ കൂടി, ഒരാളും കൂടി അധികമായി ഒരാളും കൂടി അധികമായി ചക്ക തിന്നാന്നാണ്. ഇത് നല്ല ചക്ക. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ഞാൻ സിനുവിൻ്റെ സ്വർണം ഓൾറെഡി ഞാനെല്ലാം വിറ്റ് കഴിഞ്ഞു. പിന്നെ ഉമ്മാൻ്റെ സ്വർണം ഉള്ളതും കൊണ്ടുപോയി വിറ്റു. ഇനി എനിക്കിന്ന് വിൽക്കാൻ ബാക്കിയുള്ളത് എൻ്റെ അലേഹൻ്റെ സ്വർണം മാത്രമാണ്. അതാ, ഇനി അലേഹൻ്റെ സ്വർണം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് വിൽക്കാൻ ഗൈസ്. അപ്പോൾ അലേഹൻ്റെ സ്വർണം ഞങ്ങൾ ഇന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താണ് ഉമ്മാൻ്റെ അഭിപ്രായം? അതെന്തേ? അതെന്താ? സ്വർണം കാണുമ്പോ കണ്ണുകടി ഉണ്ടോ? എന്തിന് വിൽക്കാനോ? ഇപ്പൊ സ്വർണത്തിന്റെ വില എത്രേ? അതുപോലെ വാങ്ങാൻ പറ്റുമോ? വാങ്ങാൻ കിട്ടുമോ? വാങ്ങല് പോട്ടെ, പൈസ ഇന്ന് വരും നാളെ പോവാ, അങ്ങനെ നൂല് കണ്ട് കാര്യമില്ല. കാരണം വില കൂടുമ്പോ വിൽക്കണം കൊണ്ടായിട്ട്. ഈ വില കുറഞ്ഞ് അയ്യച്ചടി അന്ന് വിൽക്കുകയാണെങ്കിൽ ഇത്ര പൈസ കിട്ടിയായിരുന്നു എന്ന് വിചാരിക്കില്ല. ഇന്ന് 70,000 രൂപ സ്വർണത്തിന്. 70,000 70,160 ഉറുപ്പ്യ ഇടുന്നു സ്വർണത്തിന്റെ വില. അതിനെന്താ എനിക്കറിയില്ല 70,000 ആണെന്ന്. പിന്നെ എത്ര വെച്ചിട്ടാ? 56-ന് സ്വർണം കിട്ടൂല. റോഡ് കൊണ്ട് മിഞ്ഞാന്ന് 70,000 അയക്കണേ. ഇന്ന് 70,160 എനിക്ക് തോന്നുന്നു. എനിക്ക് അതിന്റെ മെസ്സേജ് ഇങ്ങനെ വരുന്ന കാണാം. അപ്പൊ എന്തായാലും ഗൈസ്, എന്റെ അലേഹന്റെ എല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ വിൽക്കുകയാണ്. അലേഹന്റെ അല്ലേ? എന്ത് എന്ത് ആരെയത്തെ വേണ്ട, അതാരും കാണൂലെന്നോ? ആരെയത്തൊക്കെ വാങ്ങണോ? അതൊക്കെ ആരെയും കാണും. എല്ലാം നിങ്ങൾക്ക് ഇനി ആർക്കും ഒരു തരി സ്വർണ്ണമല്ല ഇവിടെ. കടമൊക്കെ വീടും, പക്ഷെ വേറെ ബിസിനസ് തുടങ്ങുമ്പോ വീണ്ടും ബാധ്യത വന്നു. കട ഉണ്ടെങ്കിൽ വീടാ. കരിവാളി മാലി പോരെ? ബാക്കിയൊക്കെ വിൽക്കട്ടെ. അവസാനം കിഡ്നി കൊണ്ടുപോകുന്നാവോ? എന്ത് കിഡ്നി വിൽക്കുന്നാവോ? ഞങ്ങളെ അവസാനം കിഡ്നി വിൽക്കുക എന്നുള്ളതാണ് ഉമ്മ ചോദിക്കുന്നത്. കിഡ്നി വിൽക്കുവോ? ഞങ്ങളൊന്നും കിഡ്നി വിറ്റ ഒരു ഉറപ്പില്ല. അത് കുറച്ച് ബുദ്ധിയുള്ളവരെ കിഡ്നിയാണ് ആൾക്കാർക്ക് ആവശ്യമുള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇനി അടുത്ത കാര്യം, ഞാൻ സത്യം പറഞ്ഞാൽ വിൽക്കാനല്ല പോകുന്നത്. എൻ്റെ അലയൊക്കെ പാദസരം എല്ലാം ഉണ്ട്. ഞങ്ങളത് ഇതുവരെ പാദസരം ഇടാൻ കഴിഞ്ഞില്ല. കുട്ടിക്ക് പാദസരല്ലേ, നല്ലൊരു വെള്ളി പാദസരം. ഞങ്ങൾ ഇന്ന് ശരിക്കും കമ്മല് കുത്താൻ വേണ്ടിയിട്ട് നിന്നതാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇനി ഞങ്ങൾക്ക് ഗുജറാത്ത് പോകാനുണ്ട്. അതുപോലെ ഓളെ വീട്ടിലെ കല്യാണം ഉണ്ട്. അപ്പോൾ അതൊക്കെ തിരക്ക് കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് കുത്തിക്കാച്ചിട്ടാണ്, അല്ലെങ്കിൽ ചെയ്യുമ്പലാണ്. അപ്പോൾ ആ ഒരു പരിപാടി ഗൈസ് നമുക്ക് നോക്കാണ്ട് കാത് കുത്താൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടാം. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജ്വല്ലറി പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് എന്തിനാന്നുള്ളതൊക്കെ കാണിച്ചു തരാം അല്ലേ. ഇനി അടുത്തത് മെയ് 4-ാം തീയതി ഒന്നും കൂടി കൺഫേം ആക്കാണ്ട്. ഇനി ആരും വരണം എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ലല്ലോ, സൗഫി ഇല്ലാന്ന് കൺഫേം ആയില്ലേ? സൗഫി ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇത്ര 4 പേർ തന്നെ ഉള്ളൂ. പിന്നെ എന്തൊക്കെയാണ് പലഹാരങ്ങൾ എന്നുള്ളത്? എൻ്റെ നാട്ടിൽ എന്തൊക്കെയാണ് പലഹാരം?
ഈ സാധാരണ നിങ്ങൾക്ക് അവിടെ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും പലഹാരം കൊണ്ടുപോകുമോ? എന്താ കൊണ്ടുപോവുക? മധുര പലഹാരം. ഇവരെന്താ നമുക്ക് കൊടുന്നിരുന്നുമ്മ? ചക്കരയുടെ വീട്ടുകാര് ആ. അപ്പൊ പൊന്നാര മക്കളെ, കൊല്ലം ഭാഗത്ത് ആരെങ്കിലും നമുക്ക് പേഴ്സണലി അവരോട് പോയി ചോദിക്കുമ്പോൾ നമുക്കൊരു ഇതല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് കൊല്ലം ഭാഗത്ത് ഇതുപോലെ പ്രസവത്തിന് കൊണ്ടുപോകുന്ന മധുരങ്ങൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് നമ്മൾ കൊണ്ടുപോകുള്ളൂ, അല്ലാത്ത നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക അല്ലേ? നമ്മുടെ ഇവിടെ ഒന്നും അത്ര മുട്ടായി മാത്രമേ കൊണ്ടുപോകുള്ളൂ. മുട്ടായിയാണ്, മുട്ടായി കൊടുക്കലല്ല, മുട്ടായി കൊണ്ടുപോകുക, അല്ലാതെ പ്രസവത്തിന് മുട്ടായി കൊടുക്കലാണ് കൊണ്ടുപോകും. വരുമ്പോ മുട്ടായി കൊടുത്തിട്ട് പോരും, അല്ലെങ്കിൽ ജിലേബി അല്ലെങ്കിൽ ലഡു. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും നമ്മൾ ഇൻഷാ അല്ലാഹ് എന്താണ് പലഹാരം കൊണ്ടുപോകേണ്ടതെന്നുള്ളത് അറിയിക്കണം. മെയ് 4-ാം തീയതി നമ്മൾ പോവും, ഏപ്രിൽ 18-ാം തീയതി നമ്മൾ ഗുജറാത്ത് പോവും, പിന്നെ ഏപ്രിൽ 24-ാം തീയതി കല്യാണമുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തിരക്ക് പിടിച്ച ദിവസങ്ങളും ഓട്ടങ്ങളും ആണ്. ചക്കൊക്കെ തിന്നോ? ഇല്ല അത് തിന്നിട്ടില്ല. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ താഴത്തെ പരുന്ന് പോയി എടുത്തോണ്ടിരാ. അവിടുത്തെ മാങ്ങയൊക്കെ എന്തായി? ആ മാങ്ങ അറക്കാൻ ഇത്ര നേരം 1 മണി വരെ കാത്തുന്നു. 1 മണി വരെ കാട്ടുന്നു, കിട്ടിയില്ല. ചക്ക പഴുത്തുക്കണോ? എനിക്ക് കിട്ടിയത് മധുരല്ലോ. ഇത് നല്ല പാടത്തെ അവിടുത്തെ തറവാട്ടിലത്തെ ചങ്കിണ്ടോ? ഉണ്ടോ? വെല്ല് കൊടുക്കല് അതിന്റെ പല്ല് നല്ല മൂർച്ചുണ്ട്. അങ്ങോട്ടൊക്കെ ഇവിടെ മുറി അയിന്റെ ഇതിട്ട് വലിച്ച കാരമുള്ളിട്ട് വലിച്ചൂലേ, അതേമാതിരി വലിച്ച. മുകളില് പല്ലില്ലാത്തോണ്ട് അടിയിൽ ഇപ്പൊ പൊട്ടാമസിന്റെ മാതിരി കാഴം മാത്രമേ വീണുള്ളൂ. അതാ കടിച്ചു നോക്ക്. ചക്ക തിന്നോ? അല്ല ഇവിടെ എപ്പോഴാ നീച്ചക്കണ്? അല്ല കൊറേ നേരം ഞാൻ ആട്ടി, പിന്നെ 6 മണിക്കാണ് നീച്ചക്കണത്. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്യാൻ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഗുജറാത്ത് പോകാനുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ വഴിയേ നമുക്ക് കാണിച്ചു തരാം. എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്, അലേഹ വീണ്ടും നാട്ടിലെത്തിയിട്ടുണ്ട്. അലേഹ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.